പുളിയാത്തപ്പം പിന്നെ പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ പാട്ടോ അപ്പം എല്ലാം ഇത് വെച്ച് തീയെ വെച്ച് എൻ്റെ മോനെ നമുക്ക് ചൂരും തുടിയിക്കുക വ്യത്യാസം ദുഃഖവെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞ് വരുമ്പോഴും അടിക്കാൻ സംഭവിക്കും അടിച്ചിട്ടും അങ്ങനെയൊക്കെയാണ്. പെസകായ്ക്ക് എങ്ങനെയായിരുന്നു വെല്ലുമിച്ചി? പെസഹയൊക്കെ എങ്ങനെയായിരുന്നു പണ്ടത്തെ? പണ്ടത്തെ പെസകായ ഇങ്ങനെ ആക്കി വെച്ച് പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞെല്ലാം ആക്കി പെറുക്കി ഒക്കെ ആക്കി കാരണവന്മാരെ അമ്മകളോ പെണ്ണുങ്ങളൊന്നും വേണ്ട, അവിടുത്തെ കാരണവർ വീട്ടിലെ കാരണവർ എല്ലാം കുഴച്ച് വെളുക്കി എല്ലാം ചെമ്പിൽ അങ്ങനെ വലിയ ചെമ്പൂരാണ്. ഇതിനകത്ത് ഈ വാഴപ്പെട്ട് പാവും വാഴത്തണ്ട് അത് എല്ലാം അതിനകത്ത് അടുക്കി എടുക്കും. എന്നിട്ട് ഈ വെന്തിട്ട് ഒരെണ്ണം പിള്ളേരെ കൊണ്ടില്ല കുരിശപ്പം മുറിക്കാതെ ഒരെണ്ണം ഒരപ്പം തൊടിയിക്കുകയാണ്. അതുവരെ ആ കുരിശപ്പം മുറിക്കുന്നോടും വരെ പാന വായിച്ചോണ്ടിരിക്കണം. വെല്ലുമിച്ചി ഇപ്പം ഒരു പാട്ട് പാടിയില്ലേ? അതിന്റെ പുള്ളറിയോ? ശ്വാസം മുട്ടും വേണ്ട. പാട്ട് പാടി പാന വായിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും അപ്പമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങള് ഇപ്പൊ ഒന്നും പാനയൊന്നും വായിക്കുന്നില്ല തോന്നല്ലേ? എടുത്ത് തന്ന് അതൊക്കെ പാടിക്കണം. ഇപ്പൊ പാനയില്ല. ഒരു പക്ഷി ഇറച്ചി കേട്ടിട്ടുണ്ടോ? അന്നത്തെ കാലത്ത് ഒരു പക്ഷി ചിലക്കി ഒരു മൃഗം അതുവരെയും ചിലക്കിയാണ് അത്ര ഇതായിരുന്നു.